അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു PC സെറ്റപ്പ് ഈ ഒരു രീതിയിലേക്ക് മാറ്റണം. അപ്പോൾ അതാക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ജനൽ കണ്ടോ, ഈ ഒരു ജനലിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളെ മോണിറ്ററും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ പുറത്തുനിന്നുള്ള വെളിച്ചം കാര്യങ്ങളൊക്കെ നേരെ ജനലിൽ തട്ടുമ്പോൾ അത് കണ്ണിന് നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. അതാദ്യം ഞാനിത് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അത് ഓർത്തേ ഇല്ല. ഞാനിതിപ്പോൾ എനിക്ക് വയറും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി ഈ ജനലിൻ്റെ ഇടയിലേക്ക് തിരികെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തത്. അതെന്തായാലും നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഇതൊരു പരീക്ഷണമായിട്ട് എടുക്കുക. കാര്യം ഈ ഒരു സൈഡിൽ ഇതെങ്ങനെ വെച്ചാൽ എങ്ങനെ കൊള്ളാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെയൊക്കെ മൊത്തത്തിൽ വയറും കാര്യങ്ങളൊക്കെ ഒരു വിധത്തിലാണ് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെടുത്തിട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റണമെങ്കിൽ അത്യാവശ്യം നല്ല പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ അടിയിൽ കൂടി വയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ നമ്മൾ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇഷ്ടംപോലെ വയറും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് മാറ്റി വെക്കണം. ഇത് മാത്രമല്ല നമുക്കുള്ള പ്രശ്നം, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കണ്ടോ, ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ഒരു സീനും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ജനലിൻ്റെ അടുത്ത് തന്നെ വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീട്ടിൽ ഈ ഒരു റൂമിൽ ഈ ഒറ്റൊരു സ്വിച്ച് ബോർഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ എക്സ്റ്റൻഷൻ ബോർഡ് വെക്കാണ്ട് എൻ്റെ PCയും കാര്യങ്ങളൊന്നും ഓണാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ 2 എക്സ്റ്റൻഷൻ ബോർഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു ടൈപ്പും പിന്നെ ഒന്ന് ഈ ഒരു ടൈപ്പും. അപ്പോൾ ഈ 2 ടൈപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വയർ ഞാനിത് ഇതിലേക്ക് കൂടി എടുത്തിട്ട് നേരെ കട്ടിൻ്റെ അടിയിലേക്ക് കൂടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ വരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എങ്ങനെയൊക്കെയോ സെറ്റപ്പ് ചെയ്തു. ഒരിക്കൽ കത്തിപ്പോയിരുന്നു, അത് വേറെ കാര്യം. എന്തായാലും കറണ്ടിൽ ഇപ്പോൾ നല്ല രീതിക്ക് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ UPSൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ UPSൽ കണ്ടോ, നമ്മൾ പുറത്തിലേക്ക് ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ വണ്ടീൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതും ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഭാഗത്തേക്ക് ഇതാണ് നമ്മളെ UPSൽ ഇപ്പോൾ കറണ്ടിൽ കൊടുത്തിട്ടുള്ള ബാറ്ററി. ഇങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല, കത്തിപ്പോവും മൊത്തത്തിൽ. എന്തായാലും നമ്മളെല്ലാം ഒരു പരീക്ഷണത്തിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടെയും ഇഷ്ടം പോലെ വയറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി കാണിച്ചു തരാം. കണ്ടോ, ഈ ഇഷ്ടം പോലെ വയറുണ്ട്. ഇതൊക്കെ ഈ മേശയിലേക്ക് ഇങ്ങനെ ഇറുക്കി വെച്ചിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. അതൊക്കെ നമുക്കിനി അഡ്ജസ്റ്റ് ആക്കി വെക്കണം. അപ്പോൾ നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു PC ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. എന്നാൽ മാത്രമേ നമ്മളെ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ ഈ ഒരു PC ഇവിടെ നിന്ന് മാറ്റുമ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള വിഷയം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പിന്നും കാര്യങ്ങളൊക്കെയാണ്. കാര്യം ഈ വൈഫൈയിൽ ഇത് ഇത്ര നീളമുള്ള ഒരു പിന്ന് മാത്രമേ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇത് വാങ്ങിക്കുമ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു പിന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫൈയിൽ എനിക്ക് എത്രത്തോളം സ്പീഡ് കിട്ടുന്നു പറയാൻ വേണ്ടി പറ്റത്തില്ല. ഡയറക്റ്റ് കണക്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടി സ്പീഡൊന്ന് ബൂസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം എന്തായാലും നമുക്ക് ഇതെടുത്തിട്ട് നേരെ ബെഡിലേക്ക് വെക്കാം. അപ്പോൾ ഈ ഒരു PC എടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡായിട്ട് വെക്കാം. ഇത് കുറച്ച് സേഫായിട്ട് വെക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് പിന്നെ വാങ്ങാൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്കും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഊരിയെടുക്കണം. നമ്മൾ ഓരോന്നായിട്ട് ഇവിടുന്ന് ഊരിയെടുക്കുകയാണ്. സോ ഇതിൻ്റെ വയർ ഞാൻ ഇതിൽ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കിട്ടി. നമ്മളെ വയറും കാര്യങ്ങളൊക്കെ, മൈക്കിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി തന്നെ എടുത്തിട്ട് നമ്മളെ ബെഡിലേക്ക് വെക്കാം. ആൻഡ് അടുത്തത് നമുക്ക് മോണിറ്ററാണ് ഊരേണ്ടത്. മോണിറ്ററും എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, മോണിറ്റർ ഊരുന്നത് ഇച്ചിരി കൂടി ഈസിയാണ്, 2 വയറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഊരാം. ഇത് ആൾ കുഞ്ഞനാണെങ്കിലും ഇത് അത്യാവശ്യം നല്ല പവറുള്ള സാധനം കാര്യങ്ങളൊക്കെയാണ്. കാര്യം ഇത് പണ്ടത്തെ ഐറ്റം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ വയറും കാര്യങ്ങളൊന്നും നോക്കണ്ട, എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു സബും എടുത്തിട്ട് ഈ ഒരു സൈഡിലായിട്ട് വെക്കാം. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കാം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്, PCയുടേതും പിന്നെ ബൈക്കും കാറിൻ്റെ ഒക്കെ ടൂൾസും അതിതൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇതിലാവൊരു സാധനം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. പേടിക്കേണ്ട, കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവം കൂടി ഉണ്ട്. ഇത് അതിൻ്റെ അടിയിലുള്ള അടുത്തൊരു സംഭവമാണ്, പക്ഷെ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ മേശയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കോട്ടേക്ക് ഇടാൻ പോവാണ്. ഇതിനാണെങ്കിൽ വലിയ വെയിറ്റ് ഒന്നും ഇല്ല. നമ്മുടെ നോർമൽ മേശയില്ല, നമ്മളെ മുമ്പൊക്കെ കമ്പ്യൂട്ടറൊക്കെ വെച്ചോണ്ടുണ്ടായ ആ ഒരു മേശയാണ് ഈ ഒരു സംഭവം. ഇതെടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വെക്കാം. അപ്പോൾ ഇവിടുത്തെ കോലം കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ്. നമ്മൾ ഈ ഒരു മേശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സൈഡിൽ ഉണ്ടായിരുന്നത്. അതെന്തായാലും എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ ബാറ്ററിയും കീബോർഡിൻ്റെ വയറും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡ് ഇങ്ങനെ നീക്കിയിട്ട് ഈ വയറുകളെല്ലാം ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റണം. എന്നിട്ട് മൊത്തത്തിൽ ഈ മേശ ഒന്ന്
ഒറ്റക്കാക്കണം. ഈ ഒരു മേശനെ നമുക്ക് ഒറ്റക്കാക്കണം. അതാണ് നമ്മൾ അടുത്ത പരിപാടി. അത് ഓരോന്നായിട്ട് ചെയ്യാം. സോ ഇനി നമ്മൾ അടുത്ത പരിപാടി ഈ 2 പെട്ടിയിൽ, കറുത്ത പെട്ടിയും ഈ ഒരു നീലപ്പെട്ടിയും പിന്നെ അതിൻ്റെ അടിയിലുള്ള ഈ ഒരു വെള്ളപ്പെട്ടി, ഇത് ഇത്ര എടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വെക്കണം. ഇവിടെ ആയിട്ട് നമുക്ക് വെക്കാം. കാര്യം നമ്മളെ PC ഇതുപോലെ ഒരു ക്രോസിലായിട്ടാണ് നമ്മളെ PC വരുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സോഫ, ഇത് പഴയകാലത്തെ സോഫയാണ്, ഇതില്ല മൈൻഡൊന്നും ആക്കണ്ട, മുമ്പത്തെ സാധനമാണ്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ മാറ്റണം. എന്നാലേ നമ്മളെ PC ഇവിടെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ചിലപ്പോൾ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സംഭവമൊക്കെ നമ്മുടെ പണ്ടത്തെ കാസറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിലാണെങ്കിൽ കാറിൻ്റെ സാധനങ്ങളും അതുപോലെ ബൈക്കിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. കാറിൻ്റെ ജാക്കറ്റ് ഉള്ളിലാണ് വെച്ചേക്കണേ. എന്തായാലും അതുപോലെ തന്നെ ഇതൊക്കെ സംഗീതിൻ്റെ സാധനങ്ങളാണ്. ഈ പമ്പും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എല്ലാം എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇത് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു സാധനം എടുത്തിട്ട് നേരെ നമുക്ക് അവിടെ എവിടെയെങ്കിലും വെക്കാം. ഇതിലുള്ള ഐറ്റംസ് കണ്ടോ, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത് നമ്മൾ എന്തായാലും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കറുത്ത പെട്ടിക്ക് പിന്നെ വെയിറ്റ് ഒന്നുമില്ല, അതും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ കുപ്പി ആണ്, നമ്മുടെ പെട്രോളും കാര്യങ്ങളൊക്കെ ശേഖരിക്കാനുള്ള കുപ്പി. അതാണ് ഇതിൻ്റെ ഉള്ളിൽ കുപ്പിയും കാര്യങ്ങളൊക്കെ കാണുന്നത്. എടുക്കരുത് നമ്മൾ പെട്രോളൊക്കെ ഊറ്റി എടുക്കാറൊക്കെ ഉണ്ട്. നമ്മൾ കാർബറേറ്ററൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് പെട്രോളും കാര്യങ്ങളൊക്കെ ഊറ്റും. അതുകൊണ്ടാണ് അങ്ങനെ കുപ്പിയും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചേക്കണേ. പിന്നെ അടുത്തത് ഈ വെള്ളപ്പൊറ്റിയാണ്. ഇതിന് ഇവിടുന്ന് എടുക്കണമെങ്കിൽ അത്യാവശ്യം ടാസ്ക്കാണ്. ഇത് കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായ സാധനങ്ങൾ നമ്മൾ നേരെ എടുത്തിട്ട് ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ഈ ഒരു പെട്ടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എന്തായാലും അഡീഷണലായിട്ട് ഈ ഒരു പെട്ടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും എൻ്റെ അരിയോളം ഈ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. കാണാൻ ചെറിയ ബോറൊക്കെയാണ്, പക്ഷേ ഇതിങ്ങനെ വെച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഫൈനലി ഞാൻ മേശയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ മനസ്സിൽ വിചാരിച്ച ആ ഒരു രീതിയിൽ വെച്ചെങ്കിലും നമുക്ക് നല്ല രീതിക്ക് ഇവിടെ സ്പേസും കാര്യങ്ങളൊക്കെ മുട്ടുന്നുണ്ട്. സോ ഇതാ ഇവിടെ ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഐഡിയയിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വരുമായിരിക്കാം. പക്ഷേ ഇവിടെ നോക്കുക ഗൈസ്, ഇവിടെ ആണെങ്കിൽ സീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് കാലിന് ഒരു റെസ്റ്റ് കൊടുത്തത് ഇവിടെ വല്ലാത്ത ഡസ്റ്റായിപ്പോയി, വല്ലാത്ത ഇതായിപ്പോയി. അതിന് തുടച്ചാൽ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും തുടച്ചാൽ പോയില്ലെങ്കിൽ നമ്മളങ്ങ് പെയിൻറ്റ് കൊടുത്ത് കളയും, എന്ത് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫൈയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് വൈഫൈ ഓഫാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ആക്കി അല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇവിടെ ഉണ്ടായ സോഫയാണെങ്കിൽ ഞാൻ ഈ സൈഡിലേക്ക് വലിച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ PC സെറ്റപ്പിൻ്റെ മൊത്തം ഐറ്റംസ് ഇത് ഇവിടെ ഇങ്ങനെ നിരത്തി പിടിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാം. ഇതെന്തായാലും സെറ്റ് ചെയ്യാൻ അത്യാവശ്യം ടൈം എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ 11:21 ഫൈനലി അങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് നമ്മളെ മേശയും കരികളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് ഇവിടെയായിരുന്നു നമ്മളെ മേശയും കരികളൊക്കെ ഉണ്ടായിരുന്നത്. അത് നേരെ എടുത്തിട്ട് ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ ആദ്യം ഇതുപോലെ ക്രോസിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കത് എങ്ങനെയായാലും ശരിയാവണില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇത്രയും ഈ മേശയും ഈ ചുമരും ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ ആയിട്ട് ഫൈനലായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി PCയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ വെക്കണം. സോ ഗൈസ് നമുക്ക് അടുത്തൊരു പണിയും കൂടി ഉണ്ട്. അതും കൂടി ഫിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ മോണിറ്റർ വെച്ചിട്ടുണ്ട്. സോ ഇത് ശരിയാക്കണമെങ്കിൽ സാധാരണ ഞാൻ നോർമൽ, ഇതാണ് നമ്മളെ കംപ്ലൈൻ്റ് ആയ സൈഡ്. നമ്മൾ നോർമൽ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നോർമൽ സൈഡ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇത് ലെഫ്റ്റോ റൈറ്റോ ഏതോ ആണ്, അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല. സോ ഇവിടുത്തെ കണക്ഷൻ നേരെ സ്വിച്ചിലേക്കാണ് വരുന്നത്. അതായത് ഇത് പോസിറ്റീവാണ്, ഈ പോസിറ്റീവ് നേരെ സ്വിച്ചിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കണക്ഷൻ നമ്മൾ ഇവിടുന്ന് വിട്ടുപോയി. കണ്ടോ, ഈ കണക്ഷൻ ഞാൻ ഒന്ന് ശരിയാക്കിയതായിരുന്നു, പക്ഷേ അതെന്തായാലും സ്വിച്ച് അടക്കം വിട്ടുപോയിട്ടുണ്ട്. സോ എന്തായാലും നമുക്കിതിവിടെ ഒരു എക്സ്ട്രാ വയർ വെച്ച് ജമ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലഗ് പോയിൻറ്റ് വർക്കാവാതെ ആവും. അതെന്തായാലും റെഡിയാക്കട്ടെ ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോൾഡറിങ് കാര്യങ്ങളൊക്കെ വേണം. ഓൾറെഡി നമ്മൾ സോൾഡറിങ് കംപ്ലൈൻ്റ് ആയി പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളെ ബ്ലൂടൂത്തിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി. ഓക്കെ, സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും ഇവിടെ വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വിച്ച് ബോർഡൊക്കെ റെഡി ആക്കിയിട്ട് ഏകദേശം നമ്മളെ PC സെറ്റപ്പ് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മുമ്പത്തെക്കാളും എത്രയോ ബെറ്ററാണ് ഗൈസ്. കാരണം ഞാൻ വയറൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. വയറൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, എന്നെക്കൊണ്ടും പറ്റുന്നത്ര. അപ്പോൾ ഇവിടെയാണ് നമ്മളെ വയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ സ്വിച്ച് ബോർഡാണെങ്കിൽ നമ്മൾ റെഡി ആക്കിയിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്.
അതുപോലെ അതാ നമ്മളെ മൗസിൻ്റെ വയർ, പിന്നെ മോണിറ്റർ ഇതിൻ്റെ വയറൊക്കെ ഇതിലേക്ക് കൂടി നേരെ പോയിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ ടൈയൊക്കെ നമ്മൾ പൊളിച്ചുകൊണ്ട് ഇതാ കയറ് വെച്ചിട്ടാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തത്. ഇതൊക്കെ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ചിലപ്പോൾ ഞാനിത് എടുത്തിട്ട് നാളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റും, അതുകൊണ്ടാണ് ഞാൻ എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചത്. പിന്നെ ഈ ഒരു മൈക്കിൻ്റെ വയർ, ഈ മൈക്കിൻ്റെ വയർ ഞാൻ എവിടെയും കറണ്ടിൻ്റെ ആ ഒരു സൈഡൊന്ന് ടച്ച് ആക്കാണ്ട് ഈ മുകളിലേക്ക് കൂടി കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കെട്ടി വെച്ചിട്ടില്ല. ഈ HDMI ആണെങ്കിലും മൈക്കിൻ്റെ വയറാണെങ്കിലും ഞാൻ കെട്ടി വെച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൂടി പോകുന്നുണ്ട്. സോ സ്വിച്ച് ബോർഡ് ആണെങ്കിൽ അത്യാവശ്യം മോശം കണ്ടീഷനാണ്, ഇതിൻ്റെ സ്വിച്ചൊക്കെ പോയി കിടക്കുകയാണ്. സോ അതുകൊണ്ട് ഇത് സൂക്ഷിച്ചും കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഷോക്ക് അടിച്ച് ഇവിടെ കിടക്കും. അങ്ങനെ ഫൈനലി നമ്മളെ 95% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ PC കാര്യങ്ങളൊക്കെ ഓണാക്കി സക്സസ്ഫുള്ളി അത് ഓണായിട്ടുണ്ട്. അതുപോലെ വൈഫൈക്ക് വേണ്ടി സെപ്പറേറ്റ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ബാക്കിൽ എന്താണ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ, ഈ ഒരു അവസ്ഥയാണ്. ഏകദേശം നീറ്റാണ്, വലിയ നീറ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും അത്യാവശ്യം ഫ്രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ ക്ലീനാണ് സാധനം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴുള്ള മെയിൻ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മളെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഈ ഒരു PC-യിലേക്ക് കണക്റ്റ് ആവാത്തൊരു സീനും കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഇത്രയും കാലം PC-യും കാര്യങ്ങളൊക്കെ വർക്കായത്. സോ ഈ ഒരു നീളത്തിലുള്ള കേബിൾ എന്തായാലും നമ്മൾ ഈ PC-ന്ന് ഈ ഒരു മോഡത്തിലേക്ക് വരാൻ വേണ്ടി പറ്റത്തില്ല, കൊടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കെന്തായാലും വൈഫൈ എന്ന് പറയുന്ന ഒരു മാർഗ്ഗം ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി എന്തായാലും നമ്മളെ ഇഥർനെറ്റ് കേബിളും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കണം. ഇതാണ് നമ്മളെ വൈഫൈ ഡോങ്കിളും കാര്യങ്ങളൊക്കെ. ഇതിൽ നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അറ്റ് ലാസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മളെ PC കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. വൈഫൈൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ് ഇതിൻ്റെ ബാക്ക് കാണാൻ ഇതുപോലെയാണ്. പിന്നെ ആകെ പ്രശ്നമുള്ളത് ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ഈ ഒരു സൈഡാണ് നമുക്കൊരു വിഷയമായിട്ട് വരുന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വയർ കണ്ടോ, അത്ര അടുത്താണുള്ളത്. അപ്പോൾ അത്യാവശ്യം ബാക്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് നീറ്റ്നെസ് കുറവുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെപ്പോൾ വേണമെങ്കിലും ഞാൻ മാറ്റാം. അതുകൊണ്ടാണ് ഞാനിത് നല്ല രീതിക്ക് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാത്തത്. അത്രയും ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് പിന്നെ മാറ്റാൻ തോന്നത്തില്ല. ഇപ്പോൾ എന്തായാലും നമ്മൾ സെറ്റായിട്ടുണ്ട്. ടൈം ഉണ്ടോ, 2:26, 10 മണിക്ക് തുടങ്ങിയ പണിയാണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോൻ്റെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ചാനലിലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.